വെൽക്കം ബാക്ക് ടു റെസ്ഫീസ് കിച്ചൺ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി എടുത്താലും മതി. അത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും, ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 2 പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 അല്ലി കറിവേപ്പിൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിടി മല്ലിച്ചപ്പും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പോളം ചിക്കനാണ്. അപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് എല്ലൊക്കെ കളഞ്ഞ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ വേവിച്ചെടുത്ത് വെച്ചാൽ മഞ്ഞളും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 4 കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ചെറിയ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുത്തോളൂ, എന്നാലും അതിലേക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ മഞ്ഞളോ മുളകോ അങ്ങനെ ഗരം മസാല അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ഫ്ലേവറിലാണ് ഇത് ഇഷ്ടമായിട്ട് ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഓൾറെഡി മഞ്ഞളും മുളകൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്, മുളക് പൊടിയൊക്കെ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എങ്ങനെയായാലും അതിൽ വരുന്നുണ്ടാവും. അപ്പോൾ അത്രയും മതി. അല്ലാണ്ട് നമ്മൾ ഇട്ട് പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതാ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിനെ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാന് വല്ലാണ്ട് അങ്ങ് ചൂടാവാൻ നിൽക്കരുത്. ഒരു മീഡിയം ചൂടായാൽ തന്നെ വേഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുട്ടെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗവും ഈക്വലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് മൂടി വെക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡും അടിഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതാ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സൈഡൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, അത് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടും. ജസ്റ്റ് എന്നാലും ഒന്ന് അടർത്തി നോക്കുക വേവായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വേറൊരു ചെറിയ പാനിലേക്ക് ഇതേപോലെ അങ്ങ് കമഴ്ത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുകൾ ഭാഗം കൂടി നല്ല പോലെ ഒന്ന് അങ്ങ് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് അതിൽ വേവാനായിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ടയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കരിയാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും നമുക്ക്. അതിലെ മുകൾ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം ഈ താഴ്ഭാഗം ഒന്ന് വേവായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ താഴ്ഭാഗം നല്ലതുപോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടങ്ങ് മാറ്റിയെടുക്കാം. നമുക്ക് 2 മിനിറ്റൊക്കെ മതി, അപ്പോഴേക്കും വേവായിട്ട് വരും. കണ്ടില്ലേ, നല്ല
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ആ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പിന്നെ ഞാനെടുത്ത പാൻ അത്യാവശ്യം വട്ടമുള്ളതായതുകൊണ്ടാണ് ഇത്രയ്ക്ക് അങ്ങ് ഉയരമില്ലാത്തത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വട്ടം കുറവായിട്ടുള്ളൊരു പാനൊക്കെയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അതേപോലെ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.